സിജോയും സായിയും ശശി കോംബോ അവരുടെ സ്ഥിരം പരിപാടിയായിട്ട് ജിൻഡോയുടെ അടുത്തേക്ക് ചെന്നു. ടോപ്പ് 5 ഞാൻ നോക്കിക്കാണുന്നത് ജിൻഡോ. ഫസ്റ്റ് വീക്കിലെ ജിൻഡോ, സെക്കൻഡ് വീക്കിലെ ജിൻഡോ, തേർഡ് വീക്കിലെ ജിൻഡോ, ഫോർത്ത് വീക്കിലെ ജിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് സായി കളിയാക്കുന്നുണ്ട്. അത് ചുമ്മാ ഫണ്ണായിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഉടനെ ജിൻഡോ പറയുന്നത്, നീയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നാട്ടുകാർ എനിക്ക് വോട്ട് ചെയ്യാതാക്കും എന്നൊരു കാര്യം. അപ്പൊ നമ്മുടെ ശശി കോംബോയിൽ വളിച്ച് ചിരിച്ച് അവിടുന്ന് നടന്നു പോകുന്നുണ്ട്, ജിൻഡോയും നടന്നു പോകുന്നുണ്ട്. പിന്നെ ഇപ്പോ ഇരുന്ന് അൻസിബയുടെ കൂടെ ഇരുന്ന് പാട്ടൊക്കെ പാടുന്നത് കണ്ടു. എന്നിട്ട് 1-2 സിനിമാ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് ജിൻഡോ പറയുന്നു, നോറ എന്നെ വെല്ലുവിളിച്ചു, ചെസ്സിൽ എന്നെ 4 മൂവ്സിന് തോപ്പിക്കും എന്ന്. ഞാൻ മണ്ടനാണല്ലോ, അവളെ ഞാൻ വെല്ലുവിളിക്കുന്നു, ബിഗ് ബോസിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. എനിക്ക് ചെസ്സിന്റെ ഒരു ഗെയിം തരുമോ ബിഗ് ബോസ്? ഞാൻ വെറും ഒരു ഡോൺ അല്ല, ഞാൻ അടിച്ചവരെല്ലാരും ഡോണുകളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ കുറെ പിച്ചും പെയ്യൊക്കെ അടിക്കുന്നുണ്ട്. ജിൻഡപ്പൻ ഡോണൊന്നും അല്ലെങ്കിലും ഇവിടെയുള്ള ആർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റി ജിൻഡപ്പൻ ഉണ്ട്. തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കും എന്ന് അൻസിബ പറയുന്നു. ഞാനിവിടെ ഏറ്റവും ഡെസ്പായിട്ടിരുന്നപ്പോ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. പിന്നെ ഇത് കള്ളം പറയാൻ പാടില്ല എന്ന് ബിഗ് ബോസിന്റെ നിയമാവലിയിൽ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇനിയും കള്ളം പറയും എന്ന് ജിൻഡോ പറയുന്നു. ആ രീതിയിൽ സംസാരിക്കുന്നു. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പായി, ഒരു പ്രശ്നവും ചതിയും ഒരു രീതിയിലും ജിൻഡോയെ ബാധിച്ചിട്ടില്ല, ഏഷ്യിട്ടില്ല. എല്ലാത്തിനെയും പുള്ളി തരണം ചെയ്യുക തന്നെ ചെയ്യും. കംബാക്സ് ആർ സ്ട്രോങ്ങർ ദാൻ സെറ്റ് ബാക്സ് എന്ന് പറയും. തിരിച്ചുവരവുകളാണ് തിരിച്ചടികളെക്കാൾ ശക്തമായത്. അങ്ങനെ ജിൻഡോയ്ക്ക് വീണ്ടും തിരിച്ചു വരാൻ സാധിക്കട്ടെ. ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഈ 100 ദിവസവും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അങ്ങനെ നമ്മൾ പ്രത്യാശിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.